അൽ അഖ്ലാഖു വശമായിലു, എത്തിക്സ് ആൻഡ് മാനേഴ്സ്, സ്വഭാവങ്ങൾ. ഫി കിതാബി ഖസസുൻ നബിയീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ യദ്കുറു അശ്ശൈഖ് അബുൽ ഹസൻ അലി ഹസനി നദവി എന്നിവർ പറയുന്നു, അൻ അഖ്ലാഖിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളെക്കുറിച്ചും ഷമായിലിഹി, പ്രത്യേകതകളെക്കുറിച്ചും മായലി, അതാണ് താഴെ കൊടുക്കുന്നത്. വസഫഹു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുകയാണ്. വഹുവ മിൻ അഅറഫിൻ നാസി ബിഹി, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നബിയെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ നബിയെ ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തിയാണ്. വഅക്സരിഹിം ഇശ്റത്തല്ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി ഏറ്റവും കൂടുതൽ നബിയോട് കൂട്ടുകൂടിയ വ്യക്തിയുമാണ്. വഅഖ്ദരിഹിം അലൽ വസ്ഫി വൽ ബയാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറിച്ച് വിശേഷിപ്പിക്കാനും വിശദീകരിക്കാനും ഏറ്റവും കൂടുതൽ കഴിവുള്ള വ്യക്തിയുമാണ്. ഫഖാല, അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ലം യകുൻ ഫാഹിഷൻ വലാ മുതഫഹിഷൻ. ഫാഹിഷ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവൻ, മുതഫഹിഷ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ നിർബന്ധിതനാവുക എന്നറിയില്ല. അപ്പോൾ രണ്ടും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റ് ചെയ്യുന്നവൻ ആയിരുന്നില്ല, തെറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയും സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നില്ല, നിർബന്ധിതരാകേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. വല സഹാബൻ ഫിൽ അസ്വാഖി, മാർക്കറ്റ് അങ്ങാടികളിൽ വെച്ച് ഇങ്ങനെ ഒച്ചപ്പാട് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ വ്യക്തിയായിരുന്നില്ല. വലായജിസ് സയ്യിഅത ബിസയ്യിഅത്തി, ഒരു തെറ്റിന് തെറ്റുകൊണ്ട് പകരമെടുക്കുന്ന ആളായിരുന്നില്ല. ഇങ്ങോട്ട് ഒരാളടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചടിക്കാനറിയില്ല. ഇതേപോലത്തെ തെറ്റിനെ തെറ്റുകൊണ്ട് പകരം റിവെഞ്ച് ചെയ്യുന്ന ആളായിരുന്നില്ല. വലാക്കി മറിച്ച് ഔഫു വയസ്ഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫു ചെയ്യുന്ന ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുമായിരുന്നു. മാ ദറബ ബിയദിഹി ഷൈഅൻ ഖത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും അടിച്ചിട്ടില്ല. ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തിട്ടല്ലാതെ, അങ്ങനെ യുദ്ധത്തിന് വേണ്ടിയാണ് സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം. വലാ ദറബ ഖാദിമൻ വലാ ഇംറാത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖാദിമിനെയും ഒരു സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. മാ റഅയ്തുഹു മുന്തസിറൻ മിൻ മദ്ലമത്തിൻ ളുലിമഹാ ഖത്തുൻ, മാ റഅയ്തുഹു മുന്തസിറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിജയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മിൻ മദ്ലമത്തിൻ ളുലിമഹാ ഖത്തുൻ, ഒരു അക്രമം ചെയ്തുകാണ്ട് മറ്റൊരാളോടൊരു അക്രമം പ്രവർത്തിച്ചിട്ട് വിജയിച്ചതായിട്ടും അങ്ങനെ അക്രമം ചെയ്തുകാണ്ട് ഒരു വിജയം കൈവരിച്ചതായിട്ട് കണ്ടിട്ടില്ല. മാലം യുന്തഹക് മിൻ മഹാരിമില്ലാഹി തആല ശൈഅൻ, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ലംഘിക്കപ്പെടാത്ത കാലത്തോളം, അങ്ങനത്തെ ഒരു ഹറാമായ കാര്യങ്ങൾ ലംഘിക്കപ്പെടാത്ത കാലത്തോളം, അങ്ങനെ ഫൈസൻ തുഹിക്ക മിൻ മഹാരിമില്ല, അള്ളാഹുവിൻ്റെ ഹറാമിനെ ലംഘിച്ചാൽ കാന മിൻ അശദ്ദി മുളബൻ, അവരിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സബാണ് മാ ഹുയ്യിറ ബൈന അംറൈനി, ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് സെലക്ട് ചെയ്യാറില്ല. ഇല്ലഖ്താറ ഐസറഹും, അതിലേറ്റവും ഐസറായിട്ടുള്ള ഏറ്റവും എളുപ്പമായ കാര്യമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് ഉദ്ദേശിച്ചത് അടിമകൾക്ക് കൂടുതൽ എളുപ്പമാകുന്ന മസാലൻ്റെ കൂടെ ആയിരിക്കും അല്ലാഹു തആല എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കുക എന്നതായിരിക്കും തോന്നുന്നതാണ് ഉദ്ദേശിക്കുന്നത്. വൈദാ ദഖല ബൈത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ പ്രവേശിച്ചാൽ കാന ബശറൻ മിനൽ ബശറി, സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ഒരു മനുഷ്യനാവും, മനുഷ്യന്മാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നർത്ഥം. യഫ്ലി സൗബഹു, വസ്ത്രമലക്കും, വയഹ്ലി ബിശാത്തഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിൻ്റെ പാല് കറക്കും, വയഹ്ദിമു നഫ്സഹു, ശരീരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും എന്നർത്ഥം. വയഖൂലു, വീണ്ടും അലി റളിയല്ലാഹു അൻഹു പറയണം, വലാ യഖൂമു വലാ യജ്ലിസു ഇല്ല അലാ ദിക്രിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുകയുമില്ല ഇരിക്കുകയുമില്ല ഇല്ല അലാ ദിക്രിൻ, ദിക്റിൻ്റെ മേലിലല്ലാതെ,
ദിക്ർ ചൊല്ലിയിട്ടാണ് എണീക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുക. വൈദന്തഹ ഇല കൗമിൻ, അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ അടുത്തേക്ക് പോയാൽ, സമൂഹത്തിൻ്റെ അടുത്തെത്തിയാൽ ജലസ അവിടെ ഇരിക്കുകയും ചെയ്താൽ ഹൈസു യന്തഹി ബിഹിൽ മജ്ലിസ്, അവിടെ ജലസ ഹൈസു യന്തഹി ബിഹിൽ മജ്ലിസു, അങ്ങനെ ആ ഒരു മീറ്റിങ്ങിന് മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ആ മജ്ലിസ് കഴിയുന്നത് വരേക്കും അവിടെ ഇരിക്കും, ഇടയിൽ എണീറ്റ് പോകില്ല എന്നർത്ഥം. ഉമർ ബിദാലിക്ക, ആ ഒരു കാര്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. യോത്തി കുല്ല ജുലസാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന എല്ലാ ആളുകൾക്കും നൽകും. ബിനസീബി, അവരുടേതായ വിഹിതം നൽകും. ലാ യഹ്സബു ജലീസുഹു, അവിടെ കൂടെ ഇരുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയില്ല. അന്ന അഹദൻ അക്രമ അലൈഹി മിന്നു, ഒരാൾ മറ്റൊരാളെക്കാളും പവിത്രത ഉള്ളതായിട്ട്, അതായത് വേർതിരിവൊന്നുമില്ല ഉള്ളതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കാക്കൂല. ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് എല്ലാവർക്കും ഒരേമാതിരി നൽകുമെന്നർത്ഥം. മൻ ജാലസഹു ഔ ഫാവലഹു ഫി ഹാജത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാവരുത്തനും കൂടെ കൂടിയാൽ ഇരുന്നാലോ അല്ലെങ്കിൽ ഫാവലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചാൽ ഫി ഹാജത്തിന് ഒരു ആവശ്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സോബറഹു ഹത്തായക്കൂന ഹുവൽ മുൻസരിഫു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പിരിയണ് വരേക്കും ക്ഷമിച്ചിരിക്കുന്നതെന്നർത്ഥം. അദ്ദേഹം പോണവരേക്കും, നമ്മൾ ഒഴിഞ്ഞു മാറുന്ന പരിപാടി ഉണ്ടല്ലോ, അറിയാം നമ്മളെ കൂടെ വന്നു, അങ്ങനത്തെ പരിപാടി ഇല്ല. അവർ പോണവരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിച്ച് അവൻ്റെ കൂടെ നിൽക്കും. അവന് പറയാനുള്ളതൊക്കെ പറയട്ടെ, അവൻ്റെ ആവശ്യങ്ങളൊക്കെ എല്ലാം കേൾക്കാൻ തയ്യാറാവും എന്നതായിരിക്കും. വമൻ സഅലഹു ഹാജത്തഹു, അവൻ്റെ ആവശ്യം എല്ലാവരും ചോദിച്ചാൽ, ആവശ്യപ്പെട്ടാൽ ലം യുറദ്ദഹു നബി സല്ലല്ലാഹു ഇല്ലാ ബിഹ, ആ ആവശ്യം നിർവഹിച്ചിട്ടല്ലാതെ അവനെ മടക്കൂല. അവന് ബി മൈസൂരി മിനൽ കൗലി, അല്ലെങ്കിൽ അവനോട് നല്ല എന്തെങ്കിലും വാക്ക് പറയും. ചോദിച്ച സാധനം ഇല്ലെങ്കിൽ അവനോട് നല്ല അവനെ സംതൃപ്തനാക്കുന്ന എന്തെങ്കിലും വാചകങ്ങൾ പറഞ്ഞിട്ടല്ലാതെ അവനെ തിരിച്ചയക്കൂല. കത് വസിയന്നാസ ബസ്തുഹു വഹുലുക്കുഹു, ജനങ്ങൾക്ക് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശാലതയും അല്ലാഹു തആല വിശാലമാക്കി തന്നിട്ടുണ്ട്. ബസ്ത് എന്ന് പറഞ്ഞാൽ വിശാല മനസ്കൻ എന്നൊക്കെ പറയില്ല. ഫസോറ ലഹും അബൻ, ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിതാവായിത്തീരുന്നു. വസോറു ഇൻദഹു ഫിൽ ഹഖ് സവാഅൻ, ആ അവകാശങ്ങളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ ജനങ്ങൾ തുല്യരായിരുന്നു. മജ്ലിസുഹു മജ്ലിസ് ഇൽമിൻ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസ് ഇൽമിൻ്റെ മജ്ലിസായിരുന്നു. വഹയാഇൻ, ലജ്ജ ആവശ്യമുള്ളിടത്ത് ലജ്ജ പ്രകടിപ്പിക്കും. വസ്വബർ, ക്ഷമയുടെ മജ്ലിസായിരുന്നു. വഅമാനത്തിൻ, വിശ്വസ്തതയുടെ മജ്ലിസായിരുന്നു. എല്ലാം നബിയിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. അജ്വദുന്നാസി സ്വദറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സാൽ, ഏറ്റവും കൂടുതൽ വിശാലമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആളായിരുന്നു. വഅസ്തഖുന്നാസി ലഹജത്തൻ, സംസാരത്തിൽ ഈ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സത്യസന്ധത പുലർത്തുന്ന ആളായിരുന്നു. വഅല്യനുഹും അരീഖത്തൻ, മൃദുലമായ സ്വഭാവം അല്ലെങ്കിൽ പ്രകൃതത്തിൻ്റെ ആളായിരുന്നു. വഅക്രമഹും അശീറത്തൻ, ജനങ്ങളിൽ കുടുംബത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു. മൻ റആഹു ബദീഹത്തൻ, വല്ലൊരുത്തനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ യാദൃശ്ചികമായി കണ്ടാൽ ഹാബഹു, അവൻ പേടിച്ചു പോകും, ഭയപ്പെട്ടു പോകും. എന്നാലോ വമൻ ഖാലത്തഹു മാരിഫത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയാൽ, മാരിഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അറിഞ്ഞു അങ്ങനെ മനസ്സിലാക്കി കൂടെ കൂടിയാൽ അഹബ്ബഹു, അവനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറും. പെട്ടെന്ന് കണ്ടാൽ പേടിയൊക്കെ തോന്നുമെങ്കിലും കൂടെ കൂടിയാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറും. യഖൂലുനായിത്തു, ഒരു പ്രവചനം നടത്തുന്ന ഒരാൾ പറയണം, ലമ്മറ ഖബലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലത്തെ ഒരാളെ, ആ നമ്മൾ കൈ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരാളാണ് പഴയ കാലത്തൊക്കെ പ്രവചിക്കുന്ന ആൾ. അത് പറയണം ലമ്മറ ഖബലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുമ്പും
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുമ്പും ശേഷവും, നബിയെ കണ്ടതിന് മുമ്പും നബിയെ കണ്ടതിന് ശേഷവും നബീനെ പോലത്തൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. വഖദ് കസല്ലാഹു നബിയഹു ലിബാസുൽ ജമാലി, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല ഭംഗിയോടുകൂടിയാണ് സൃഷ്ടിച്ചത്. ഭംഗിയുടെ ഡ്രസ്സ് ധരിപ്പിച്ചു എന്നാണ് അർത്ഥം. വൽഖ അലൈഹി മഹബ്ബത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നല്ല സ്നേഹമുണ്ടാക്കി. മഹാബത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നല്ല മഹത്വം ജനങ്ങൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജനങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിച്ചു എന്നർത്ഥം. വസഫഹു അൽ ബറാ ഇബ്നു ആസിം, ബറാ ഇബ്നു ആസിം എന്നവർ നബിയെ വിശേഷിപ്പിക്കുകയാണ്. ഫഖാല പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മർബുവൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സമചതുരം എന്നൊക്കെ പറയല്ലോ, 4 ഭാഗവും തുല്യമായ ആളാണ്, അഥവാ എല്ലാത്തിനും ഒത്ത ആളായിരുന്നു എന്നർത്ഥം. ഖദ് റഅയ്തുഹു ഫീ ഹുല്ലത്തി അംറാഹിൻ, നബി ഒരിക്കൽ ഒരു ചുവപ്പ് വസ്ത്രം ധരിച്ച സമയത്ത് അങ്ങനെ കണ്ടു, നബിയെ ഞാൻ ഒരിക്കൽ കണ്ടു. മാ റഅയ്തു ഷൈഅൻ ഖത്തുൻ അഹ്സന മിൻഹു, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബിയേക്കാളും ഭംഗിയുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, അത്രയും നല്ല ഭംഗിയായിരുന്നു. വസഫഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്. ഫഖാല പറയണം, കാന റബഅത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഒത്ത പ്രകൃതമായിരുന്നു. വഹുവ ഇല തൂലി അക്രബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീളം കൊണ്ട് ഏറ്റവും ഒത്ത വ്യക്തിയായിരുന്നു. ഒത്ത ഉയരം എന്ന് പറയില്ല. ഷദീദൽ ബയാലി, നല്ല വെളുത്ത ആളായിരുന്നു. അസ്വദ ഷായിരിൽ ലിഹിയത്തി, നല്ല താടിരോമം കറുത്ത വ്യക്തിയായിരുന്നു. ഹസനത്ത് സായിരി, നല്ല ചുണ്ട്, നല്ല ചുണ്ടുള്ള, നല്ല ഭംഗിയുള്ള ചുണ്ടുള്ള ആളായിരുന്നു. അഹ്ദബ അഷ്ഫാരിൽ ഐനൈനി, നല്ല നീളമുള്ള കൺപീലിയുള്ള ആളായിരുന്നു. ബൈദമാ ബൈനൽ മങ്കിബൈന്, ചുമലുകൾ നല്ല 2 ചുമരുകൾ നല്ല നീളമുള്ള വീതിയുള്ള ആളായിരുന്നു. ഇലാങ്കാല, ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നവരെല്ലാം അറമിസ്ലഹു ഖബല വലാബാദ്, മുമ്പും ശേഷവും നബിയെപ്പോലുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല, ആ നിലക്കായിരുന്നു നബിയെ ഞാൻ കണ്ടത്. അനസ് റളിയല്ലാഹു പറയണം, മാ മസ്തു ദീബാജൻ വലാരീറൻ, ഞാൻ ഒരു പട്ടവും കസവും ഞാൻ തൊട്ടിട്ടില്ല. അല്യന മിൻ കഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഫിനേക്കാളും മൃദുലമായ ഒരു പട്ടും ദീപാജൻ ഞാൻ തൊട്ടിട്ടില്ല. വലാ ശമംതു റായിഹത്തൻ കത്തുൻ, ഞാനൊരു സ്മെല്ലും വാസനിച്ചിട്ടില്ല. അതിയബു, ഏറ്റവും കൂടുതൽ സുഗന്ധമുള്ളതായിട്ട്, മിൻ റായത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാസനയേക്കാളും കൂടുതൽ സുഗന്ധമുള്ള ഒരു അത്രം ഞാൻ വാസനിച്ചിട്ടില്ല.